ഹായ്, നമസ്കാരം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എന്തുകൊണ്ട് അല്ലെങ്കിൽ വൈ. അതേപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും ഇതേ തന്നെയായിരിക്കും, വൈ അല്ലെങ്കിൽ എന്തുകൊണ്ട്. പക്ഷെ എന്നെങ്കിലും നമ്മൾ ഇത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ പ്രതിസന്ധികളെ നമുക്ക് ഒഴിവാക്കാനും സമാധാനമായിട്ടിരിക്കാനും പറ്റും. അപ്പോൾ ഈ വൈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏത് തലത്തിൽ വേണമെങ്കിലും ആവാം. ജോലി സ്ഥലത്താവാം, ദൈനംദിന ജീവിതത്തിലാവാം, റിലേഷൻഷിപ്പിലാവാം, നമ്മുടെ ഹാബിറ്റുകളിലാവാം. സോ ഈ വൈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് ഗുണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇതുവരെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ പാലിച്ചു പോകുന്ന കുറേ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഹാബിറ്റ് ആവാം, അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളാവാം. ഇതെല്ലാം നമ്മൾ അതേപടി ഫോളോ ചെയ്ത് വരിക ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളൊരു വൈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പോൾ അതിനൊരു ചലഞ്ച് ആവുക ചെയ്യുന്നത്. സോ ചലഞ്ചിങ് സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? അത് തെറ്റാണോ ശരിയാണോ എന്ന് അനലൈസ് ചെയ്തിട്ടൊരു തീരുമാനം എടുക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. സോ നമ്മൾ വൈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പോൾ, സെൽഫ് ക്വസ്റ്റ്യനിങ് ചെയ്യുമ്പോൾ നമ്മൾ അതുവരെ നടന്നു പോന്നിരിക്കുന്ന അല്ലെങ്കിൽ അതുവരെ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കൊരു ചലഞ്ച് ആവുകയും അതിൻ്റെ റൂട്ട് കോസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അത് തെറ്റാണോ ശരിയാണോ എന്ന് ഉള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ക്ലാരിറ്റിയോടെ, കൺഫ്യൂഷൻസ് ഇല്ലാതെ, ഇമോഷണലി സ്റ്റക്ക് ആവാതെ ഒരു സിറ്റുവേഷനിൽ സംസാരിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് വൈ ചോദിക്കുന്നതിന് മുമ്പ് നമ്മളോട് വൈ ചോദിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ലാതെ ക്ലാരിറ്റിയോടെ, അതായത് ഇമോഷണലി നമ്മൾ സ്റ്റക്ക് ആവാതെ ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. വൈ ക്വസ്റ്റ്യൻസ് വന്നാൽ ഉടനെ തന്നെ നമ്മുടെ ബ്രെയിൻ അതിനെ എന്തുകൊണ്ടെന്ന് അനലൈസ് ചെയ്യാനും തിങ്ക് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യും. സോ ഒരു കാര്യത്തിന് വൈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പോൾ അത് എന്തുകൊണ്ടെന്നുള്ള ആൻസർ കിട്ടാനായിട്ട് ആ ഒരു തിങ്കിങ് ഇൻക്രീസ് ചെയ്യും. സോ ക്രിട്ടിക്കൽ തിങ്കിങ് കപ്പാസിറ്റി ഇൻക്രീസ് ആവും. ഓക്കെ, സോ അതേപോലെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് വഴി നമ്മൾ ആ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടും, തിങ്കിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. കാര്യം ഇത് ഞാൻ ചെയ്യുന്ന ഇതിനാണ് എന്ന ഒരു ബോധം ആ വ്യക്തിക്ക് ഉണ്ടാവും. അപ്പം നമ്മുടെ ഗോൾ കറക്റ്റ് ആക്കാനായിട്ട് ഈ വൈ ക്വസ്റ്റ്യൻ, സെൽഫ് ക്വസ്റ്റ്യനിങ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് വഴി ഡേ ടു ഡേ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആവും. സോ നമ്മളോട് വൈ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇൻക്രീസ് ആകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി മുതൽ നമ്മളോടാണ് വൈ ചോദിക്കേണ്ടത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും അതേപോലെ സെൽഫ് അവെയർനെസ്സിനും ഹെൽപ്പ് ചെയ്യും. ഇനി മുതൽ എല്ലാവരും വൈ ക്വസ്റ്റ്യൻ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കൂ. ചേഞ്ചസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക് യു.